24 ഇലക്ഷൻ പോൾ ഓഫ് പോൾസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിനി പോകുന്നത് എറണാകുളം മണ്ഡലത്തിലേക്കാണ്. എസ് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, കോൺഗ്രസിന്റെ കോട്ടയാണ്, UDFന്റെ ഉറച്ച മണ്ഡലമാണ്. സംഘടനാ സംവിധാനം കോൺഗ്രസിനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള അപൂർവം മണ്ഡലങ്ങളിൽ ഒന്നാണ് എറണാകുളം. ഇതൊക്കെ അവർക്ക് അനുകൂല ഘടകമാണ്. അതുകൊണ്ട് ഏകപക്ഷീയമാകുമോ ഇത്തവണയും ജനവിധി? വേണു, ഏകപക്ഷീയമായൊരു വിജയം തന്നെയാണ് കോൺഗ്രസ് ഇക്കുറിയും പ്രതീക്ഷിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ ഉറച്ച കോട്ടയെന്ന് സംസ്ഥാനത്ത് എടുത്തു പറയാൻ, അവർക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് എറണാകുളം എന്ന് പറയുന്നത്. കഴിഞ്ഞ മത്സരങ്ങളെല്ലാം തന്നെ നടന്നത് എടുത്തു നോക്കിയാൽ കോൺഗ്രസിന് തന്നെയാണ് മുൻതൂക്കം ഉള്ളതും. ഇക്കുറി പറവൂരിൽ നിന്നും KJ ഷൈൻ ടീച്ചറാണ് LDFന് വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങിയത്. ഹൈബി ഈഡൻ തന്നെയാണ്, സിറ്റിംഗ് MP തന്നെയാണ് ഇവിടെ കോൺഗ്രസിന് വേണ്ടിയും മത്സരിക്കാൻ എത്തിയത്. NDAക്ക് വേണ്ടി ഡോക്ടർ KS രാധാകൃഷ്ണനും കളത്തിലിറങ്ങി. പക്ഷേ കോൺഗ്രസിനെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ തവണത്തെ അത്ര ഭൂരിപക്ഷം ഇക്കുറി കിട്ടുമോ എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു ചോദ്യചിഹ്നമാണ്. കാരണം വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവ് വന്നു. 2019 വലിയ ഇടിവ് വോട്ടിംഗ് ശതമാനത്തിൽ വന്നിരുന്നു. ഇക്കുറി 68.27% എറണാകുളത്തെ പോളിംഗ് കണക്ക്. അത് അവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. എറണാകുളം നിയോജക മണ്ഡലത്തിലാണ്, അതായത് UDFന്റെ ഉരുക്ക് കോട്ടയെന്നറിയപ്പെടുന്നത് എറണാകുളം നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് എന്നുള്ളതും അവർക്ക് വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അതായത് 2019 UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ 1,69,053 വോട്ടുകളുടെ വമ്പിച്ച ഭൂരിപക്ഷമാണ് നേടിയത്. പക്ഷേ ഇക്കുറി അതുണ്ടാകുമോ എന്നവർ സംശയിക്കുന്നു. കാരണം എറണാകുളം നിയോജക മണ്ഡലത്തിൽ മാത്രം 10% വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ് അവർ കണക്കാക്കുന്നതും. എന്തായാലും വിജയം അവർ ഉറപ്പിക്കുന്നു. പക്ഷേ ഈ ഭൂരിപക്ഷത്തിൽ കുറവ് വരുന്നത് തോറ്റതിന് തന്നെ തുല്യമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ചൂടൊരു കാരണമായി പറയുന്നുണ്ട്. നഗര വോട്ടർമാർ വോട്ട് ചെയ്യാൻ ഇറങ്ങിയില്ല എന്നത് വിലയിരുത്തുന്നുണ്ട്. വലിയൊരു ഓളം ഉണ്ടാക്കാൻ സാധിച്ചില്ല പ്രചാരണ രംഗത്ത് എന്ന ആക്ഷേപമുണ്ട്. അങ്ങനെ പലതുമുണ്ട്. എങ്കിലും വിജയം അവർ അവകാശപ്പെടുന്നു. ഒപ്പം വലിയ മത്സരം തന്നെ കാഴ്ചവെച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് LDFും. അങ്ങനെ തോക്കുകയാണെങ്കിൽ പോലും പൂർണ്ണമായും അങ്ങനെ അടിയറ വെക്കേണ്ടി വരില്ല എന്നുള്ളത്, അടിയറവ് പറയേണ്ടി വരില്ല എന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. അതാണ് എറണാകുളത്ത് നിന്നുള്ള വിലയിരുത്തൽ. ഇനി നമ്മൾ കണ്ണൂരിലേക്ക് പോകുന്നു. സജോ ദേവസിയുണ്ട് തത്സമയം. സജോ, കണ്ണൂരിൽ നമുക്കറിയാവുന്നതുപോലെ KPCC അധ്യക്ഷൻ, മറുഭാഗത്ത് കരുത്തനായ CPIMന്റെ നേതാവ് MV ജയരാജൻ. ആ തരത്തിലേക്കൊരു വലിയ പോരാട്ടം നടക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ പല പ്രതീക്ഷകളും പങ്കുവച്ചിട്ടുണ്ടാകുമല്ലോ. അനുജ, കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ കണക്കുകൾ UDFനാണ് യഥാർത്ഥത്തിൽ മേൽക്കൈ അല്ലെങ്കിൽ വിജയം കൂടുതൽ ലഭ്യമായിട്ടുള്ളത്. പക്ഷേ ഇത്തവണ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയവുമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. കണ്ണൂരിൽ K സുധാകരൻ അദ്ദേഹത്തിൻ്റെതായ കണ്ണൂരിൽ തന്നെയുള്ള പ്രത്യേകമായ ഒരു വ്യക്തിപ്രഭാവമുണ്ട്. അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഹൈക്കമാൻഡിന്റെയും സംസ്ഥാന മറ്റ് നേതൃത്വത്തിന്റെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം മത്സരരംഗത്തേക്ക് വന്നത്. ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ KPCC അധ്യക്ഷന് കണ്ണൂരിൽ പ്രത്യേകമായുള്ള വ്യക്തിപ്രഭാവം ഇപ്പോഴുമുണ്ടോ, അല്ലെങ്കിൽ അതിന് പഴയ പകിട്ടുണ്ടോ? അദ്ദേഹത്തിന് ചില വാവിട്ട വാക്പ്രയോഗങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. ആ വ്യക്തിപ്രഭാവം ഇപ്പോഴും ഉണ്ടെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഏതായാലും വോട്ടർമാർ നിശ്ചയിച്ചു കഴിഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, MV ജയരാജനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ LDFും UDFും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടമാണ്. BJPയെ സംബന്ധിച്ച് കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് അവർ തന്നെയും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അതിൽ MV ജയരാജനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ പാർട്ടി വോട്ടുകൾ കഴിഞ്ഞ തവണ ചോർന്നിരുന്നു. ഇത്തവണ പക്ഷേ ജില്ലാ സെക്രട്ടറി തന്നെയാണ് രംഗത്തുള്ളത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക്, ഇടത് വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് MV ജയരാജന് പാലമിടാൻ കഴിയുമോ എന്നതായിരിക്കും LDFനെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന കാര്യം. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും കണ്ണൂർ കടക്കാനാവുക LDFനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ സിസ്റ്റമാറ്റിക്കായി, പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി തന്നെ മത്സരിക്കുന്നു എന്നതുകൊണ്ട് ഗ്രൗണ്ടിൽ ഏറ്റവും സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിച്ചത് നമ്മൾ പ്രചാരണ വേളയിൽ ഉടനീളം പോയപ്പോഴൊക്കെ കണ്ടതും ഗ്രൗണ്ടിൽ ഏറ്റവും ശക്തമായി സംഘടന ഉപയോഗിച്ച് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചത് LDF ആണ്. പക്ഷേ അത് മാത്രം മതിയാവുകയില്ല. കണ്ണൂരിൻ്റെ ഒരു ചരിത്രവും വോട്ടിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ വെക്കുമ്പോൾ അതിൽ കണക്കുകൾ പരിശോധിച്ചാൽ LDFന് ആത്മവിശ്വാസം പകരുന്ന പലതുമുണ്ട്. 5 മണ്ഡലങ്ങൾ LDFന്റെ കൈവശമാണ്. 2 മലയോര മണ്ഡലങ്ങൾ മാത്രമാണ് UDFന്റെ കൈവശമുള്ളത്. അതിലെ പോളിംഗ് പെർസെൻറ്റേജ് കൂടി നോക്കുകയാണെങ്കിൽ UDFന്
എഫിന് വലിയ ഭൂരിപക്ഷമൊക്കെ സമ്മാനിക്കുന്ന ഇരിക്കൂർ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറയുകയാണ് ചെയ്തത്. അതായത് UDFന്റെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട് എന്നതാണ് LDFന്റെ ഒരു കണ്ടെത്തലും. അതാണ് അവരുടെ ഒരു ആത്മവിശ്വാസം. പിടിതരാത്തൊരു സസ്പെൻസ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൽ ന്യൂനപക്ഷ വോട്ടുകൾ, മൈനോറിറ്റി വോട്ടുകളിൽ എന്തെങ്കിലും ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ജയപരാജയങ്ങൾ. പൊതുവിൽ കണ്ണൂരിൻ്റെ ഒരു മത്സര ചിത്രത്തിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചൊക്കെ പ്രവചന സ്വഭാവത്തിലേക്ക് പോകാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇത്തവണ ഒരു പ്രവചനാതീത പോരാട്ടമുണ്ട്. ഏതായാലും പുറത്ത് പ്രകടമല്ലാത്ത അടിയൊഴുക്കുകളായിരിക്കും കണ്ണൂരിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുക. രണ്ട് കരുത്തന്മാരാണ് KPCC അധ്യക്ഷൻ K സുധാകരനും കണ്ണൂരിലെ CPMന്റെ അമരക്കാരൻ MV ജയരാജനും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നതാണ് അതിന്റെ പ്രവചനാതീത സ്വഭാവം വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ മൈനോറിറ്റി വോട്ടുകൾ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള പ്രചാരണത്തിന് മുന്നണികൾ രണ്ടും ഒരുപോലെ പരിശ്രമിക്കുന്നത് കണ്ടു. UDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പലതും ഷൈ വോട്ടുകളാണ്. അതുകൊണ്ട് പുറമേയുള്ള പ്രകടനപരിധിയിലുള്ള സംഘടനാ വോട്ടുകളായിരിക്കില്ല. അതുകൊണ്ട് എന്താണ് എന്നുള്ളത് ഇപ്പോഴും ഒരു സസ്പെൻസ്, പിടിതരാത്ത സസ്പെൻസ് കണ്ണൂരിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ K സുധാകരൻ എന്ന വ്യക്തിയിൽ തന്നെ അത് 4-ാം ഊഴമാണ്. പക്ഷേ MV ജയരാജനെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിന്റെ മുക്കും മൂലയും അറിയാം. സംഘടനാ സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായും പ്രവർത്തിച്ചു. പക്ഷേ അപ്പോഴും പിടിതരാത്ത ഒരു പ്രവചനാതീത സ്വഭാവം ഇതിനുണ്ട്. മറ്റൊന്ന്, ഈ സാമുദായിക വോട്ടുകളിലെ ഷിഫ്റ്റ് തന്നെയായിരിക്കും കണ്ണൂരിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ്. ശരി, ആലപ്പുഴ മണ്ഡലത്തിന്റെ സാധ്യതകൾ വിലയിരുത്താൻ മനീഷ് മഹിബാലും തത്സമയം ചേരുകയാണ്. മനീഷ്, ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് ആലപ്പുഴ. ആർക്കാണ് മേൽക്കൈ? വേണു ബാലകൃഷ്ണൻ, 3 മുന്നണികളും വലിയ വിജയപ്രതീക്ഷയിലാണ്. ആദ്യം തന്നെ കനലൊരു തരി എന്ന രീതിയിലുള്ള പ്രചരണം തന്നെയായിരുന്നു ഇടതുപക്ഷം ഇവിടെ മുന്നോട്ട് വെച്ചത്. 30,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് പാർട്ടി ജയിക്കും, LDF സ്ഥാനാർത്ഥി AM ആരിഫ് ജയിക്കുമെന്നതാണ് CPMന്റെ ജില്ലാ ഘടകത്തിൻ്റെ കണക്ക് കൂട്ടൽ. ഒപ്പം തന്നെ പക്ഷേ അങ്ങനെയാണെങ്കിൽ 50,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നുള്ള കണക്ക് കൂട്ടലാണ് DCC പിന്നീട് KPCCക്ക് കൈമാറിയിട്ടുള്ളത്. ഒപ്പം തന്നെ 3 ലക്ഷത്തോളം വോട്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പിടിക്കുമെന്നുള്ള കണക്ക് BJP NDA ക്യാമ്പ് കൂടി പുറത്തുവിട്ടു. അങ്ങനെ 3 മുന്നണികളും ഒരുപോലെ അവകാശവാദം വിജയത്തിൽ ഉന്നയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ജാതി സമവാക്യങ്ങൾക്ക് കൃത്യമായ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. പ്രത്യേകിച്ചും ന്യൂനപക്ഷ വോട്ടുകൾ, അത് ധീവര മുസ്ലിം ഈഴവ വോട്ടുകൾക്കൊക്കെ തന്നെ വലിയ, ലത്തീൻ വോട്ടുകൾക്ക് തന്നെ വലിയ നിർണായക സ്വാധീനമുള്ള നിർണായകമായിട്ടുള്ള മണ്ഡലമാണ്. ഇവിടെ CPM അവരുടെ വിജയത്തിൻ്റെ ഘടകങ്ങളായി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷങ്ങളിലെ വോട്ട് കൃത്യമായി പെട്ടിയിൽ വീണു എന്നതാണ്. അതായത് ഏകദേശം 15% മുസ്ലിം വോട്ടുകൾ, അത് CA അടക്കമുള്ള വിഷയങ്ങൾ കൃത്യമായി പ്രചരണ രംഗത്ത് കൊണ്ടുവരാൻ വന്നു. ഒപ്പം തന്നെ തീരദേശ മേഖല, ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തടക്കം തീരദേശ മേഖലയുള്ള മണ്ഡലമാണ്. അവിടെയുള്ള ധീവര സമുദായം, ലത്തീൻ സമുദായം, ഇവരെയൊക്കെ തന്നെ കൃത്യമായി സ്വാധീനിക്കാൻ കഴിഞ്ഞു. അവിടെ തന്നെ പ്രചരണം താഴെത്തട്ടിലടക്കം നടത്താൻ സാധിച്ചു എന്ന വിശ്വാസം CPMനുണ്ട്. പക്ഷേ UDF ക്യാമ്പിൻ്റെ കരുത്ത് അത് ദേശീയ തലത്തിലടക്കം ഉയർന്നു നിൽക്കുന്ന സംഘടനാ പദവി കൊണ്ട് തന്നെ ഏറ്റവും മേൽത്തട്ടിൽ നിൽക്കുന്ന ആലപ്പുഴക്കാർക്ക് വർഷങ്ങളായി അറിയാവുന്ന KC വേണുഗോപാൽ എന്ന വ്യക്തിത്വത്തിൻ്റെ സ്വാധീനം അത് വോട്ടായി തന്നെ വീഴും. ഒപ്പം തന്നെ 2 മണ്ഡലങ്ങൾ, അതായത് കരുനാഗപ്പള്ളിയിലും കായംകുളത്തും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും 7 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങൾ ഒഴികെയുള്ള ഈ 2 മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി 5 മണ്ഡലങ്ങളിൽ UDFന് സ്വാധീനമുണ്ടാകും, ശക്തി ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമാണ് അവർ വിലയിരുത്തുന്നത്. ഈ മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളും ഭരിക്കുന്നത് LDF ആണ്. ഇവിടെ 9% വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. ഈ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായത് LDFന് അനുകൂല ഘടകമെന്ന് LDF വിശ്വസിക്കുന്നു. NDA ക്യാമ്പിൻ്റെ ഏറ്റവും അനുകൂലമായ ഘടകം ഈ ഈഴവ വോട്ടുകളൊക്കെ തന്നെ കൃത്യമായി സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം. 50% മുകളിലുള്ള ഈഴവ വോട്ടുകളുണ്ട്. ഒപ്പം തന്നെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി അടുത്ത് തുടക്കം മുതൽ തന്നെ ശോഭാ സുരേന്ദ്രൻ പ്രചരണ രംഗത്ത് ഇറങ്ങിയ ആദ്യഘട്ടം മുതൽ തന്നെ വെള്ളാപ്പള്ളി നടേശനുമായി അടുത്ത് നിന്ന് ചേർത്തലയിലെ BJP NDAയുടെ അവിടുത്തെ കമ്മിറ്റി ഓഫീസ്, പ്രചരണ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ പ്രീതി നടേശനാണ്. അത്തരത്തിൽ SNDPയുമായി അടുത്തു നിന്ന് ഇതൊക്കെ തന്നെ NDA അനുകൂല ഘടകമായി വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തീരദേശ മേഖലയിലെ ലത്തീൻ ധീവര വോട്ടുകൾ എങ്ങോട്ട് സ്പ്ലിറ്റ് ആകുന്നു, ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ എത്ര വോട്ട് പിടിക്കുന്നു, ആരുടെ വോട്ട് പിടിക്കുന്നു എന്നത് ഈ AM ആരിഫിന്റെയും KC വേണുഗോപാലിന്റെയും വിജയ പരാജയങ്ങൾ കയറി ഇറങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. വേണു ബാലകൃഷ്ണൻ, അനൂജ. ആലപ്പുഴ മണ്ഡലത്തിന്റെ സാധ്യതകൾ വിലയിരുത്തുകയായിരുന്നു മനീഷ് മഹിബാൽ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.